അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പോലെ ഒരു അടിപൊളി ഹെയർ മാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി അധികം കണ്ടൻറ്റൊന്നുമില്ല, കണ്ടൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനമാണ് ഈ ഹെയർ മാസ്കിന് വേണ്ടുന്നത്. ഒന്ന് നമ്മളുടെ മുട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെല്ലാ പ്രാവശ്യവും മാസ്കിൽ ഉപയോഗിക്കുന്ന പോലെ കോക്കനട്ട് മിൽക്ക്, അതായത് നമ്മുടെ ശുദ്ധമായ തേങ്ങാപ്പാൽ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ മാസ്കിന് വേണ്ടുന്നത്. വീഡിയോ കണ്ട എല്ലാവരുടെയും ആവശ്യമായിരുന്നു സബ് ടൈറ്റിൽ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ഇതുവരെ ഇറക്കിയ ഹെയറിൻ്റെ വീഡിയോ എല്ലാം സബ് ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷുണ്ട്, അതായത് മൾട്ടി ലാംഗ്വേജിൽ തന്നെ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലർക്കും എടുക്കാൻ അറിയത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ കാണുന്ന സ്ക്രീനിൻ്റെ അതായത് നിങ്ങളുടെ വലതുവശത്ത് ടോപ്പിലായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ് ടൈറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ വീണ്ടും ഒന്നും കൂടി ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ലാംഗ്വേജ്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ആകാം, കന്നഡ ആകാം, തമിഴാകാം, ഹിന്ദി ആകാം, ഞങ്ങൾ എല്ലാ ലാംഗ്വേജിലും കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് ടൈറ്റിൽ അതേ ലാംഗ്വേജിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേണ്ട നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് വേണ്ടുന്നത് മുട്ടയും, ഇത് വീട്ടിലെയാണ് കേട്ടോ, കോക്കനട്ട് മിൽക്കും, അതായത് നമ്മുടെ തേങ്ങാപ്പാൽ. നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 മുട്ടയുടെ വെള്ള മാത്രമാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മളുടെ 2 ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട, നമുക്ക് എഗ് വൈറ്റും അതുപോലെ തന്നെ തേങ്ങാപ്പാലും മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ, ഇത് വേണ്ട, ഇത് രണ്ടും കൂടി ഒരു ജാറിൽ നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് വേണ്ട 3 മുട്ടയുടെ വെള്ള, കുറച്ച് തേങ്ങാപ്പാൽ. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ വേണ്ട നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കണ്ടോ. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതിനെ നമ്മൾ നല്ലതുപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റേ ഹെയർ മാസ്ക്, അതായത് താളിയില്ലായിരുന്നു, താളി ചെയ്തതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ചുറ്റി വെച്ചേക്കാണ്. ഒരു 15-20 മിനിറ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കൂട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെറുതായിട്ടൊരു എണ്ണമയം തലയിലുണ്ടാവണം. ഞാൻ തലേന്ന് രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെയറിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ തലയിൽ ഒരു ചെറിയ മയം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് മൈൽഡായിട്ടൊരു എണ്ണമയം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഞാൻ ഇന്നലെ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഹെയർ പാക്ക് ഇന്ന് രാവിലെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഹെയർ മാസ്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴുകി കളയണം. കഴുകുന്നത് നോർമൽ വാട്ടറിലല്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു 3 തരം ഇല ഇട്ട് വെച്ചിട്ട് ഞാൻ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് തല കഴുകും. അതും നമുക്ക് നല്ലതുപോലെ ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. പേരയില, കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് തുളസിയില. ഇതിന് ശേഷം മുട്ടയാണെന്ന് കരുതി ആരും ഷാമ്പു ഇട്ടോ തളയിട്ടോ കഴുകേണ്ട ആവശ്യമില്ല. ഈ 3 ഇലയുള്ള വെള്ളം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ തലേന്ന് ആ സ്മെല്ലെല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്കിനി പോയി ഇല പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് കറിവേപ്പില. കറിവേപ്പില ഇടാം. ഒരു 2-3-4 കതിർപ്പ് കറിവേപ്പില മതി കേട്ടോ.
എന്തായാലും പേരയില പറിക്കാൻ പോയപ്പോഴാണ് കണ്ടത്. നല്ല സൂപ്പർ പേരയ്ക്ക കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തുളസിയിലയാണ്. പൂവൊന്നും മൈൻഡ് ചെയ്യേണ്ട, കുറച്ച് തുളസിയില എടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണും, മുട്ടയിട്ട് കഴിയുമ്പം എന്താണ് പറയുക, തലയിൽ അതിൻ്റെ സ്മെല്ലുണ്ടാകത്തില്ല. അപ്പോൾ ഇതും പേരയിലയും നമ്മളുടെ കറിവേപ്പിലയും കൂടെ ഞെവിടിയാണ് ഇനി ഞാൻ ആ കപ്പ് വെള്ളത്തിലിടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, മുട്ടയുടെയൊക്കെ സ്മെല്ല് അങ്ങ് മാറാൻ സഹായിക്കും. ഇത്ര മതി. അപ്പോൾ അതായത് നമുക്ക് ബാക്കി തല കഴുകാൻ വേണ്ടുന്ന വെള്ളമാണ് ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഞാൻ കാണിക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് പേരയിലയുണ്ട്, പേരയിലയായി. പിന്നീട് വേണ്ടുന്ന തുളസിയിലയുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്ന കറിവേപ്പിലയും റെഡിയായി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഞെവിടി, ഇതെന്ന് വെച്ചാൽ ചെറുതല്ല, ഇത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഞെവിടി ഇടാം. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് അടച്ചു വെക്കാം. കാരണം ഇത് നല്ല ചൂടുവെള്ളമാണ്. അപ്പോൾ ഈ ഇലയുടെ സത്തെല്ലാം ഇതിലിറങ്ങും. അപ്പോൾ അതിനുശേഷം ആ വെള്ളം നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് വെച്ച് വേണം കഴുകാൻ. അപ്പോൾ നമുക്ക് മുട്ടയുടെ സ്മെല്ലുണ്ടാകത്തില്ല. മാത്രമല്ല ഈ 3 ഇലയും മുടിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ വാഷിന് ശേഷം കാണാം. ഹായ്. അപ്പോൾ അതേണ്ട ആഫ്റ്റർ വാഷിന് ശേഷം നമ്മുടെ മുടി ഉണ്ടോ, അതാണിപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ വാഷിന് ശേഷം എൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇച്ചിരും കൂടി എന്താ പറയുക, ഒരു തിക്നെസ്സും ഒരു ഇച്ചിരൂടെ ഉള്ളു തോന്നിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തു. എഗ് വൈറ്റും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് മാസ്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ 3 തരം ഇല ഇട്ട വെള്ളത്തിൽ തല നല്ല വൃത്തിയായിട്ട് കഴുകി. ഇപ്പോൾ അതേ നമുക്ക് തല നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് എൻ്റെ മുടി. ഇനി നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് ചെറിയൊരു മോയ്സ്ചറൈസർ പോലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതെന്തൊക്കെയാണെന്നല്ലേ. ഇനി വേണ്ടുന്നത് നമുക്ക് 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, കോക്കനട്ട് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സൂളില്ല, അതായത് വൈറ്റമിൻ ഇ, ഇത് 2ഉം കൂടിയാണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക. അതായത് ഒരു ഹെവി ഓയിലിംഗ് എന്ന രീതിയിലല്ല, ചെറുതായിട്ട്, അത് ചൂടാക്കുകയും വേണ്ട, വേറൊന്നും വേണ്ട, ഹെവി ആയിട്ടും അല്ല അപ്ലൈ ചെയ്യുന്നത്, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഒരു എന്താ പറയുക, ഒരു മോയ്സ്ചറൈസറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തില്ല അതുപോലെ. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്ത് വരട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത കോക്കനട്ട് ഓയിൽ. ഇതില്ലെങ്കിൽ പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. കാസ്റ്റർ ഓയിൽ വേണ്ട, അത് ഭയങ്കര ഹെവി ആയിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതായത് ഞാനൊരു ചെറിയ എന്താ പറയുക, ഒരു 2 ടീസ്പൂൺ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇല്ലേ. ഇനി അതിലേക്ക് നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച്, അപ്പോൾ എൻ്റെ ലെങ്ത് അനുസരിച്ച് എനിക്കൊരു 2 കാപ്സ്യൂളിൻ്റെ ആവശ്യമുണ്ട്. വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ഞാൻ ഈ 2 ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ അതെന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ, നമ്മുടെ സാധാ വിരലുകൊണ്ട്, നമ്മൾ ഈ വിരലുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വിരലുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ എണ്ണ തേക്കുന്നത് പോലെ കയ്യിൽ എടുക്കുക. എന്നുകൊണ്ടോ 2 കയ്യിൽ എടുക്കുക. നമ്മുടെ സ്കാൽപ്പിൽ മാത്രമായിട്ട് ആദ്യം ഇതുപോലെ ഉണങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ട നമുക്കറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിനൊരു നൽകാൻ പറ്റും, നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതുമാത്രമല്ല ഇത് ഡാൻഡ്രഫ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുടി പൊഴിച്ചിൽ, സ്പ്ലിറ്റ് എൻഡ്സിൽ അതെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. അത് മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും മുള്ളും വെക്കാൻ ഈ നമ്മുടെ ഈ നടത്തിയ മാസ്ക് ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേ. ബൈ ബൈ.